ദിനം പ്രതി വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദോ. ബിജെപിയുടെ നേതാവ് ശ്രീധരൻ പിള്ളയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ശ്രീധരൻ പിള്ള അതാ വരുന്നു. എവിടെ? കാന്തപുരം ഉസ്താദിന്റെ സ്റ്റേജിൽ. എന്നിട്ട് അദ്ദേഹം 15 വർഷം മുമ്പ് 12 വർഷം മുമ്പ് നടന്നൊരു ആരോപണത്തിന് മറുപടി പറയുന്നു. കുറെ നാള് സഖാഫികളാ മറുപടി പറഞ്ഞു നടന്നത്. കാന്തപുരത്തിന്റെ മർക്കസിൽ ഓ രാജഗോപാൽ വന്നു 2 കോടി കൊടുത്തു. 2 കോടി കൊടുത്തു. മുജാഹിദ് ബാലിശ്ശേരി പറയുന്നത് പോലെ ചാക്കിൽ കെട്ടിക്കൊടുത്തു എന്നൊക്കെ പറയുന്നത് പോലെ 2 കോടി കൊടുത്തു. അത് ഈ കേരളക്കരയിലെ മുഴുവൻ നാടുകളിലും നഗരങ്ങളിലും കയറിയിറങ്ങിക്കൊണ്ട് കൂലിപ്രഭാഷകന്മാര് പറഞ്ഞു വരത്തി കാന്തപുരം ഓ രാജഗോപാലിന് 2 കോടി കൊടുത്തു. അപ്പൊ കുറെ ആളുകൾ പറഞ്ഞു, അത്ര വലിയ കോടീശ്വരനാണോ കാന്തപുരം? അത്ര വലിയ കോടീശ്വരനാണോ കാന്തപുരം? ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നില്ലേ? എങ്കിലിതാ 12 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 15 വർഷത്തിന് ശേഷം ബിജെപിയുടെ സംസ്ഥാന നേതാവായ ശ്രീധരൻ പിള്ള വരുന്നു സ്റ്റേജിലേക്ക്. എന്നിട്ട് കാന്തപുരം ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നു, ഉസ്താദേ, എനിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഉസ്താദ് ആരാണെന്നല്ലേ? ഉസ്താദ് കാന്തദർശിയുള്ള ഒരു പണ്ഡിതനാണ്. പോരാ ഉസ്താദേ, ഉസ്താദിനെ കുറിച്ച് പണ്ട് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ മർക്കസിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് 2 കോടി തന്നു, കാന്തപുരം ഉസ്താദ് തന്നു എന്നെല്ലാം പറഞ്ഞില്ലേ? എങ്കിലിതാ ഞങ്ങളിപ്പോൾ മറുപടി പറയാം. ഇത്രയും നാളും നിങ്ങളുടെ കുട്ടികളാണല്ലോ മറുപടി പറഞ്ഞത്. എങ്കിലും ഞങ്ങൾ മറുപടി പറയാം. നിങ്ങൾ 2 കോടിയാണോ തന്നത്? അതല്ല, മാന്യമായൊരു മനുഷ്യൻ മർക്കസിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് എന്താണ് തന്നത്? ചായയാണോ അണ്ടിപ്പരിപ്പാണോ തന്നത്? ശ്രീധരൻ പിള്ള തന്നെ അത് പറയട്ടെ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്നത്, ഒരു ബഹുമത സമൂഹത്തിൽ ഇസ്ലാം, മുസ്ലിം അതെങ്ങനെ പ്രവർത്തിക്കണം, അതെങ്ങനെ സമുദായത്തിന് ഗുണകരമാകണമെന്ന് അറിയാവുന്ന ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും കരുത്തനായ മുസ്ലിം നേതാവായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 98 കാലഘട്ടത്തിൽ അന്ന് ജനങ്ങളുടെ അംഗീകാരം ലഭിച്ച് ഒരു കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ധമായ വിരോധം, രാഷ്ട്രീയമായ വിരോധം ഉണ്ടാവാം, അല്ല മതപരമായ എന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, എന്റെ പ്രസ്ഥാനത്തെ പറ്റി നിൽക്കെല്ലാം അറിയാവുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ വന്ന് നിൽക്കുമ്പോഴും ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തിനിവിടെ വന്നു? അദ്ദേഹത്തിനുള്ള ബഹുമാനം കൊണ്ട് വന്നു. പലരും വരുന്നത് പോലെ ഒരു രാഷ്ട്രീയ തീർത്ഥാടകനായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. പലരും അദ്ദേഹത്തെ കാണാറുള്ളത് ഇലക്ഷൻ വരുമ്പോഴും അല്ലെങ്കിൽ ഇലക്ഷന്റെ മുന്നോടിയായി അദ്ദേഹത്തെ കാണാറുണ്ട്. ഈ 2 തലത്തിലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നയാളല്ല, കണ്ടതുകൊണ്ട് പ്രയോജനമില്ല. കാന്തപുരം ക്രാന്തദർശിയാണ്. ക്രാന്തദർശിക്ക് ഇന്നത്തെ ഇലക്ഷനോ നാളത്തെ ഇലക്ഷനോ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറയെപ്പറ്റി, വരാൻ പോകുന്ന ജനസഞ്ചയത്തെപ്പറ്റി അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം മാത്രമാണ് ഇന്ത്യയിലെ അന്നത്തെ സർക്കാരുമായി പരിമിതമായി നിന്നുകൊണ്ടല്ല, മുസ്ലിം താല്പര്യങ്ങൾ അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിച്ചയാളാണ്. പരിമിതമായി അദ്ദേഹം ആ ഭരണ സംവിധാനത്തിലും എന്റെ സമുദായത്തിന് എങ്ങനെ ഗുണകരമാക്കാമെന്ന് ചിന്തിച്ച അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതനായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അടുപ്പം ചിന്തിച്ചതുകൊണ്ട് ഞാൻ അദ്ദേഹവുമായി അടുപ്പമായി. ആ അടുപ്പത്തില് ഞാൻ പ്രതിക്കൂട്ടിലായ ഒരാളാണ്. ഞാൻ പ്രതിക്കൂട്ടം അദ്ദേഹം ചെയ്ത കുറ്റം കൊണ്ടല്ല, പല സുഹൃത്തുക്കളും എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷെ എനിക്കിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. ഈ മാർച്ച് 1-ാം തീയതിക്ക് ശേഷം ഷാനവാസിന്റെ പുറകെ തിരിക്കുന്നുണ്ടാവും. ഈ മാസം 1-ാം തീയതിക്ക് ശേഷം, ഫെബ്രുവരി മാസം 1-ാം തീയതിക്ക് ശേഷം എനിക്കൊരു സന്തോഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഒരു 12 കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു വലിയ തെറ്റ് തിരുത്തപ്പെട്ടു എന്നുള്ളതാണ്. കാന്തപുരം അദ്ദേഹം ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് മധ്യപ്രദേശ് ജയിച്ചു കിട്ടിയ ഒരു MP, മലയാളിയായ MP-യെ കണ്ടു. സ്വാഭാവികമായിട്ട് അദ്ദേഹം എല്ലാ നേതാക്കന്മാരെയും അദ്ദേഹത്തിന്റെ കേന്ദ്രം സന്ദർശിക്കാൻ ക്ഷണിക്കും. അവിടെ ക്ഷണിച്ചു. പെട്ടെന്ന് ഞാനുള്ള ഈ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് പോകണോ? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ പോലെ പണ്ഡിതം വിളിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല തെറ്റിദ്ധാരണകൾ നീക്കണം, രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാൻ സാധിക്കണം. അതുകൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഞാനും ആ MP-യും പിന്നീട് കേന്ദ്രമന്ത്രിയായി
കാന്തപുരത്തിന്റെ അടുത്ത് പോയി, ആ സ്ഥാപനത്തിൽ പോയി. ഞങ്ങൾക്ക് അദ്ദേഹം വന്ന് തന്നത് ഓരോ ഗ്ലാസ് ചായ, പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ്, എന്തോ ഒരു കാര്യം കൊണ്ട് എത്തിയും കുറെ കുട്ടികളെയും കാണിച്ചു. തിരിച്ചു വന്ന പിറ്റേ ദിവസം ഒരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, നാട്ടിക മുസ്ലിയാർ, അത് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇതാ ഫാസിസ്റ്റുകളെ കാന്തപുരം സ്വീകരിച്ചിരിക്കുന്നു, അവർക്ക് എത്തിങ്ങളുടെ പണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ പണം വാങ്ങിയ ആളുകളായി, അതിനെ കോടി വരെ എത്തി എന്നാൽ അദ്ദേഹത്തെ ഞാൻ ഇതുവരെ പല പരിപാടിക്കും നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ സ്വീകരണ പരിപാടി ആയതുകൊണ്ട് എപ്പോഴെങ്കിലും പറയണ്ടേ, 10-15 കൊല്ലം കഴിഞ്ഞല്ലോ. ഇതല്ലാതെ അദ്ദേഹം ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ രംഗത്ത് സംശുദ്ധമായ നിലക്ക് പോകുന്ന ആളായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഒരു വലിയ വിവാദമുണ്ടായി. ഈ കേരളക്കരയിൽ 15 വർഷക്കാലം ഈ ആരോപണവുമായി മറുവിഭാഗം സമസ്തക്കാർ നടന്നില്ലേ? എങ്കിൽ ഇന്നിതാ മറുപടി പറയാൻ സാക്ഷാൽ ബിജെപിയുടെ സംസ്ഥാന നേതാവ് ശ്രീധരൻപിള്ള വരുന്നു. നിങ്ങൾ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി കേട്ടുകാണും. പണ്ട് ഫാസിസ്റ്റുകളുമായി വേദി പങ്കിട്ട കാരണത്താൽ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു കാന്തപുരം വിഭാഗത്തിനെതിരെ. കഴിഞ്ഞില്ല. കാന്തപുരത്തിന്റെ കൂടാരത്തിലെ ഓ രാജഗോപാലും ശ്രീധരൻപിള്ളയും വന്നു. അപ്പോൾ കുറെ ആളുകൾക്ക് ദഹിച്ചില്ല. പക്ഷേ ഒരു രഹസ്യം ശ്രീധരൻപിള്ള പിന്നീട് പുറത്താക്കുന്നുണ്ട്. എന്താണെന്നല്ലേ? കാന്തപുരം ഞങ്ങളെ മർക്കസിലേക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ നട്ടെല്ല് നിവർത്തിക്കൊണ്ടൊരു പണ്ഡിതനായിട്ടാണ് കാന്തപുരം വന്നത്. പക്ഷേ മറുഭാഗം സമസ്തക്കാര് അവരുടെ പട്ടിക്കാട്, പാണ്ടിക്കാട് കോളേജ് മുതലായ കോളേജുകളിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ രഹസ്യം ഞാനിപ്പോൾ പുറത്തുവിടുന്നു. ശ്രീധരൻപിള്ള പറയുകയാണ്. ആ ഭീകരവാദത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാന്തപുരത്തോടുള്ള മറ്റൊരു യോജിപ്പ്, ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് കേരളത്തിൽ തീവ്രവാദത്തോട് ബന്ധപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ചരിത്രത്തിലാദ്യമായി തീവ്രവാദം അപകടകരമാണ്, ഈ ചെറുപ്പക്കാരുടെ പോക്ക് അപകടകരമാണെന്ന് തുറന്നു പറയാൻ അവസരം ലഭിച്ച, തുറന്നാദ്യമായി പറഞ്ഞ പണ്ഡിതനായും ഞാൻ ശ്രീ കാന്തപുരത്തെ കാണുകയാണ്. പല തവണ അദ്ദേഹം ഞങ്ങളെ കാണാൻ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയിട്ടുണ്ട്. എല്ലാം പരസ്യമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. പക്ഷെ മറ്റാളുകളുമൊക്കെ തന്നെ പല കോളേജുകളും, അന്ന് ഞങ്ങൾ അനുവദിച്ചു കൊടുത്ത പാണ്ടിക്കാട് കോളേജ് ഉൾപ്പെടെ എല്ലാ കോളേജുകളും, ആ കോളേജുകളിലൊക്കെ അതിന്റെ ആളുകളും വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ കള്ളുഷാപ്പിൽ പോകുന്നത് പോലെ തലയിൽ മുണ്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നവരാണെങ്കിൽ കാന്തപുരം നട്ടല് നിവർത്തി വന്നിട്ടുണ്ട്.